ഈ നിൽക്കണത് ആരാന്നറിയാമോ? ഇതാണ് മിസ്റ്റർ പ്രശാന്ത്. ചില്ലറക്കാരനല്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇങ്ങേരുടെ ഒരു ഫാമിലാണ്. അതൊരു 11 ഏക്കറിൻ്റെ ഏക്കറിലുള്ളൊരു വലിയ ഫാമിൻ്റെ ഗേറ്റിൽ തന്നെ, എൻട്രൻസിൽ തന്നെയാണ് നിൽക്കുന്നത്. ഈ ഫാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1000-ൽ പരം വെറൈറ്റി ആയിട്ടുള്ള ചെടികൾ, അതായത് ഫ്രൂട്ട്സ്, അങ്ങനെയുള്ള പല പല ഐറ്റംസ് ആയിട്ടുള്ള 1000-ൽ പരം ഫ്രൂട്ട് പ്ലാന്റ്സ് ഫ്രൂട്ട് പ്ലാന്റ്സ് തന്നെ. ഫ്രൂട്ട്സ് പ്ലാന്റ്സിലാണ് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നത്. അതിൽ മാത്രമാണ്, അതും ട്രോപ്പിക്കൽ ഫ്രൂട്ട് പ്ലാന്റ്സിൽ. പിന്നെ അത് കൂടെ ഉണ്ട്. അത് മാത്രമല്ല, അതൊരു സാധനം ഒരു സൈഡ്. പട്ടികളെ കണ്ടിട്ട് ഞാൻ തന്നെ കിടങ്ങി പോയിട്ടുണ്ട്. അതായത് ഇവിടെയുള്ള വെറൈറ്റി പട്ടികൾ, എനിക്ക് പേര് പോലും അറിയാൻ പാടില്ലാത്ത സൈസ് സാധനങ്ങൾ. പിന്നെ മറ്റേ പ്രാവ്, കളർ ബേഡ്സ്, കോഴികൾ, വെറൈറ്റി കോഴികൾ, മീനുകൾ അല്ലേ, പിന്നെന്താ മുയലുകൾ, വെറൈറ്റി മുയലുകൾ, അങ്ങനെയുള്ള മൊത്തം വെറൈറ്റി. അതായത് ഇവിടെ വന്നിട്ട് കാണിച്ചു തന്നേക്കണ ഫ്രൂട്ട്സിൻ്റെ പേരുകൾ കേട്ടിട്ട് പോലുമില്ല ഞാൻ. അതേമാതിരി തന്നെയുള്ള മറ്റ് വളർത്തു മൃഗങ്ങളുടെയൊക്കെ പല ടൈപ്പ് വെറൈറ്റീസ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ ഒരു സ്ഥലത്താണ്, അതായത് നമ്മുടെ കടത്തുരുത്തിയിലാണ് ഈ സംഭവം. ഇത് നമ്മുടെ ഐനറ്റ് ഫാം എന്നാണ് പേര്. ഐനറ്റ് ഫാം എന്ന് പറഞ്ഞാൽ ഈ ഫാമിന് ഈ ഐനറ്റ് ഫാം എന്നൊക്കെ പറഞ്ഞ് പേരിടാനായിട്ട് എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു കഥ, വലിയൊരു ചരിത്രമുണ്ട്. അതായത് ഞാനും ഇങ്ങനെയായിട്ടുള്ള പരിചയം തുടങ്ങുന്നത് ഇവിടെ നിന്നല്ല, ഒരു 13 വർഷം മുമ്പ് ഞങ്ങളുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, മുത്തച്ചാണ്ടാണ് പരിചയപ്പെടുത്തിയത്. വിനായകമൂർത്തി. ആ വിനായകമൂർത്തിയുടെ കേസ് പറഞ്ഞു. അതായത് ഞാൻ ബേസിക്കലി ഞാൻ മെക്കാനിക്കാണ്. ഇപ്പോൾ ഞാൻ കൺസ്ട്രക്ഷൻ കോൺട്രാക്ടറാണ്, വീടുകളെ പണിയൊക്കെ. പക്ഷേ പണ്ട് ഞാൻ ബേസിക്കലി ഒരു മെക്കാനിക്കാണ്, കാർ മെക്കാനിക്കാണ്. അപ്പോൾ ഞാനൊരു പണ്ട് ഒരു 10-15 വർഷം മുമ്പ് ഒരു വണ്ടി ഓൾട്രേഷൻ, ഒരു എസ്റ്റീം ഓൾട്രേഷൻ ചെയ്തിട്ട് നമ്മുടെ മനോരമ ഫാസ്റ്റ് ട്രാക്ക് ചാനലിൽ അത് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗം ഞാൻ വീഡിയോ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അതിൽ ഞാൻ പറയുന്നുണ്ട് മുറിച്ചേട്ടൻ്റെ പേരും കാര്യങ്ങളൊക്കെ. സുമേഷ് എന്ന വാഹന മെക്കാനിക്കിൻ്റെ വർക്ക്ഷോപ്പിൽ ഈ എസ്റ്റീമിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് എൻ്റെ ഒരു ഫ്രണ്ട് എടുത്ത വണ്ടിയായിരുന്നു അത്. ഫ്രണ്ട് മീൻസ് വിനായകമൂർത്തി എന്ന ആളുടെ പേര്, എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്. അദ്ദേഹത്തിൻ്റെ കുറച്ച് വീഡിയോസും ഞാൻ ഇപ്പോൾ ഇതിനോട് കാണിക്കുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് ബാക്കി കാണാം. സുമേഷ് ചേട്ടനെ ആദ്യമായിട്ട് മൂർത്തിസാല പരിചയപ്പെടുത്തിയത് അതൊരു 13 വർഷം മുമ്പ്. അന്ന് അതിൻ്റെ തുടങ്ങാൻ പോണ ഇതാണ്. അന്ന് രാത്രി ഞങ്ങൾ ഒരുപാട് പണിയൊക്കെ എടുത്തു, കൂലിപ്പണിയാണ് ശരിക്കും പറഞ്ഞാൽ. അതിനെന്ന് പറഞ്ഞാൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ, നോർത്ത് റെയിൽവേ സ്റ്റേഷനോട് ചേർന്നിട്ടുള്ള മറ്റേ ഹോട്ടല്, പ്രസിഡൻസി ഹോട്ടലിന് നേരെ ഓപ്പോസിറ്റുള്ള ബിൽഡിംഗാണ് ഐനറ്റ് ഇൻഫോടെക്. രാത്രി ഒരു 3 മണി വരെ ഞങ്ങള് ഷീറ്റുകള്, പ്ലൈവുഡുകൾ 3-ാം നിലയുടെ മേളിൽ ചോന്ന് കയറ്റിട്ട് ഇന്റീരിയർ വർക്കുകൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട്. അതായത് കോൺട്രാക്ടർ, അങ്ങനെയാണ് ഇങ്ങനെ കോൺട്രാക്ടർ അതിനെത്തിന്റെ പണി വേണ്ടതാണ് കോൺട്രാക്ടർ. അന്ന് തന്നെ കൂലിപ്പടിയാണ്. അതായത് പിന്നെ ഭിത്തികൾ അടിച്ചു പൊട്ടിക്കുക, പിന്നെ എന്തൊക്കെ കുറെ ഉണ്ടല്ലേ, ഒരുപാട് വർക്ക് ഉണ്ടായിരുന്നു. അതായത് ബിൽഡിംഗ് വെറുതെ പണിതിട്ടേക്കുന്ന ബിൽഡിംഗ് നമ്മളത് മൊത്തം സ്കൂൾ കോള കിടന്ന ബിൽഡിംഗ് നമ്മളത് തല്ലിപ്പൊട്ടിച്ച് ഷേപ്പാക്കി. ഇപ്പൊ അവിടെ ഒരുപാട് കുട്ടികൾ പഠിച്ചിറങ്ങിയിട്ട്, അതായത് വലിയ കോഴ്സുകൾ. എന്തൊക്കെ കോഴ്സുകളുണ്ട് നിങ്ങളുടെ? എനിക്കവിടെ സോഫ്റ്റ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് സൈഡിലെ മൈക്രോസോഫ്റ്റ്, സിസ്കോ, റെഡ് ഹാറ്റ് സർട്ടിഫിക്കേഷൻ, കുറേ ഓതറൈസേഷൻ ഉണ്ട്, അതിൻ്റെ ട്രെയിനിങ് ഉണ്ട്. അതുകൊണ്ട് ഒരു അത്യാവശ്യം നല്ലൊരു സൗത്ത് ഇന്ത്യയിലെ തന്നെ വലിയൊരു ഫേമാണ്. അതായത് നിങ്ങളിപ്പോൾ +2 കഴിഞ്ഞ് ഇറങ്ങുന്നവർക്ക് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സ്ഥാപനം, എറണാകുളത്തുള്ള ഏറ്റവും വലിയൊരു സ്ഥാപനത്തിൻ്റെ ഓൾ ഇൻ ഓൾ MD ആണ് നിൽക്കുന്നത്. അതുമാതിരി തന്നെ ഇത്രയും വലിയൊരു സ്ഥാപനം ഇവിടെ ഉണ്ട്. അതായത് ഈ പറഞ്ഞ ഈ ഫാം, അതിൻ്റെ MD ഇദ്ദേഹം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളിലോട്ടാണ് കിടക്കുന്നത്. അതിനു മുമ്പ് ഇത് പ്രശാന്ത്, ഞാൻ സുമേഷ്. എല്ലാവർക്കും സുമൂസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ കൂടി അമർത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. കമൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അടിയിൽ തന്നെ ഒന്ന് ചെയ്യുക എന്തായാലും. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലോട്ട് തുടങ്ങാം.
ആദ്യം തന്നെ ഇവിടെ ഒരു നല്ലൊരു അതിഥി ഉണ്ട്. നമ്മുടെ ഒരു കിടുക്കൻ ആളുണ്ട് ഇവിടെ. മോളെ ഇങ്ങോട്ട് വാടി. പ്രശാന്ത് ഇത് എന്തോ സാധനം? ഗോൾഡൻ പ്രസന്റ് അല്ലേ? ഗോൾഡൻ പ്രസന്റ്. കാരണം ഞാൻ ഇതിൽ വലിയ ക്രൈസുള്ള ആളല്ലാത്തത് കൊണ്ട് ഇതിനൊന്നും പേരുകൾ കറക്റ്റായിട്ട് അറിയില്ല. ഇതേ നിൽക്കുന്നത് ഗോൾഡൻ പ്രസന്റ്. അത് വേറെ കളറാണല്ലോ. ഫീമെയിലാണ് താഴത്തുള്ളത്. ഓ മെയിലാണല്ലോ കളർഫുള്ള്. അമ്പോ അതങ്ങനെയാണ്. എന്നാലും ഞങ്ങളെ തന്നെ ഉണ്ടറിഞ്ഞൂടെ? മോളെ ബാ ഇവിടെ വാടി. എവിടെ പോയി? അതെ അവിടെ പോയി. അവളെ മേടിച്ചോടി. ഇതാണ് ഗോൾഡൻ പ്രസന്റ്. ഇത് അപ്പുറത്തെ സൈഡിൽ പോയിക്കണം. നമ്മളെ സൗണ്ട് കേൾക്കുമ്പോൾ അത് ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോകണം. ഇതാണ് സാധനം. ഓക്കെ, നമുക്ക് ഇനി ബാക്കി കാഴ്ചകളിലോട്ട് കിടക്കാം. ഇത് മസ്റ്റിഫ. ഇവിടെ കിടക്കുന്ന സാധനത്തിന് കണ്ടത് പാത്രമൊക്കെ കടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ വിശപ്പ് വല്ലാത്ത വിശപ്പാണ്. കണ്ടോ? ബുൾ മസ്റ്റിഫ് കണ്ടിട്ട് പേടിയാണ്. ബുൾ മസ്റ്റിഫ്. എന്തൊരനുസരണ പ്രശാന്ത് പറഞ്ഞപ്പോ അങ്ങനെ തന്നെ കേട്ടു. അമ്പോ ഭയങ്കര പൊന്നാരാണല്ലേ? ഇതാണ് ബുൾ മസ്റ്റിഫ്. അവിടെ ഇരിക്കും. പോയേ മതി. ഇത് ഇതിന് വേണ്ടിട്ടാ വന്നേ. കൊള്ളാം. എല്ലാരും കണ്ടല്ലോ, ഇതാണ് ബുൾ മസ്റ്റിഫ്. സെറ്റപ്പല്ലേ? ഞാൻ അതേ തന്നെ കണ്ടിട്ടുണ്ട്, പക്ഷെ പേരെന്താന്നൊക്കെ അറിയണത് ഇപ്പോഴാണ്. ബൈ ബൈ. എന്താ പേര്? പെരുമാൾ. അത് നമ്മുടെ പ്രശാന്തിൻ്റെ സ്ഥിരം ആളല്ലേ? പെരുമാൾ ആണ് പേര്. നമ്മുടെ പ്രശാന്തിൻ്റെ മെയിൻ ഒരു സ്റ്റാഫാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനുള്ളത്. ഹായ്, ഹൗ ആർ യു? എൻ്റെ പേരെന്താ? ജാക്രസൽ. അത് ഇന്നത്തെ പേരല്ലേ ജാക്രസൽ? അല്ല നിങ്ങൾ വിളിക്കുക ജാക്കി ചാന്നൊക്കെ വിളിക്കുന്നത് വിളിക്കുന്നത് അല്ല. ജാക്രസൽ. അമ്മോ, ഇതൊരു കുഞ്ഞിക്കൻ പട്ടിയാണ് ജാക്രസൽ. ഇത്രേ ഉള്ളല്ലേ? ഹായ് ജാക്രസൽ. അതെ, അതിൻ്റെ ഇടയ്ക്ക് പോയത്. ഇങ്ങോട്ട് വാ. ഇത് എവിടേക്ക് ഇറങ്ങി നടക്കണേ? ജാക്രസൽ. ഇതൊരു കുഞ്ഞിക്കനുണ്ടോ ജാക്രസൽ? അതെ, ഇത് അത് തന്നെയാണോ ജാക്രസലിന്റെ ഫാമിലി? ഇതേ കിടക്കുന്നു. ഇതേ കുഞ്ഞുങ്ങളവിടെ ഉണ്ടായിട്ടുണ്ട്. ഹലോ, ഹായ്. ചാടിപ്പോരല്ലേ? ഇതിപ്പോ എത്ര ദിവസമായി ഡെലിവറി കഴിഞ്ഞിട്ട്? അപ്പൊ ഈ കണ്ടത് ജാക്രസലിന്റെ ഒരു ഫാമിലിയാണ്. അധികം ദിവസമായിട്ടില്ല. ഇനി നമ്മൾ അങ്ങോട്ട് ചെല്ലും തോറും നമുക്ക് പിന്നെ സംസാരമൊന്നും കേൾക്കാൻ പറ്റില്ല. അതേമാതിരത്തെ സൈസ്. ഇത് നമ്മുടെ ഒരു പശുക്കുട്ടൻ നിൽക്കണം. പശുക്കുട്ടി മണിക്കുട്ടി. അവളുടെ പേര് ഇത് വെറൈറ്റി ആണോ? നമ്മുടെ നാടാണോ? നന്ദിനി. അല്ല, നാടനാണോ? നന്ദിനി പശുവോ? പറഞ്ഞത് നന്ദിനി പശു. കന്നിയും ചിപ്പിയും രണ്ട് വെറൈറ്റിയാണ്. ചിപ്പി പറയും കന്നി. ഇത് തമിഴ്നാട് ബ്രീഡാ. ഓ ശരി. ഹണ്ടിങ് ബ്രീഡാ അതല്ലേ? ഇന്നിപ്പോ ഒരു 6 feet ആക്കി വെക്കും. ഓ എൻ്റെ അമ്മ. കന്നി ചിപ്പിപ്പാറ കന്നി. ഹണ്ടിങ് ബ്രീഡാ. ഹണ്ടിങ്ങിന് അത് വേട്ടപ്പട്ടികളാ. വേട്ടപ്പട്ടികൾ നാട്ടില്ല നമ്മുടെ ഈ. അതല്ലേ? ഓ, ഇവിടെ പുല്ലുമുരുക്കനിലൊക്കെ കാണിക്കണല്ലോ പട്ടികൾ അയച്ചു. ആ ടൈപ്പ് സാധനങ്ങളാണ് അതൊക്കെ. തുടങ്ങും. അർജന്റീനയുടെ ദേശീയ നായ. അർജന്റീനയുടെ ദേശീയ നായ. ഡോഗ് ഓഫ് അർജന്റീന. ഈ പന്നിയെ പിടിക്കാനാണ് പുള്ളിന് ട്രെയിനിങ് കൊടുക്കുന്നത്. ട്രെയിനിങ് കൊടുക്കേണ്ട കാര്യമില്ല,
നമ്മളെ തന്നെ ഒരു ഭയങ്കര പവറാണ് ശരീരത്തിന്. അപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോ എടുത്താൽ നോക്കിയാൽ കാണാം അതിന്റെ ഹണ്ടിങ് ആണ്. ഒരു ബുൾഡോഗ് ഒരു 10-12 നോക്കിയിട്ട് നടക്കാൻ ഇവർ രണ്ടുപേരും ഈസി ആയിട്ട് പിടിച്ചോളൂ. സിനിമയിലൊക്കെ ആണല്ലോ വില്ലൻ വന്ന് അസൽ വില്ലന്മാരാണ്. നല്ല പവറുള്ള ബോഡിയാണ്. വാലിനൊരു അടി കിട്ടിയാൽ പോലും നമ്മള് അത്യാവശ്യം ചെറിയ കുട്ടികളൊക്കെ വിടും. ആദ്യം പോലെ കണ്ടാൽ പേടിയാവുന്ന ടൈപ്പ് സാധനമാണ് നമ്മുടെ അർജന്റീനയുടെ ദേശീയ നായ എന്ന് പറയുന്നത്. നമ്മളവിടെ കണ്ടുതന്നെ അല്ലേ? ലോകത്തിലെ രണ്ടാമത്തെ ഡേഞ്ചറസ് ബ്രീഡാ. ലോകത്തിലെ രണ്ടാമത്തെ ഡേഞ്ചറസ് ബ്രീഡാ. പല രാജ്യങ്ങളും നിർമ്മിച്ച സ്ഥലമാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്ട്രേഞ്ചേഴ്സിനെ ഒട്ടും അലോ ചെയ്യില്ല. അതേസമയം നമ്മളൊരു 4-5 ദിവസം ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഇതിന് വലിയ സ്നേഹം. ഇത് കണ്ടോ നല്ല കിട്ടാൻ വേണ്ടി ഒന്നും ചെയ്യില്ല. കൊച്ചു കുട്ടികളും വലിയ പിന്നെ വളർത്തുന്ന ഒരു വീടിന്റെ അകത്ത് തന്നെയായിട്ടാണ് വളർത്തുന്നത്. ലവിങ് ആണ്. പിന്നെ സ്മെല്ലില്ല, രോഗം പൊഴിയില്ല, വളരെ നീറ്റ് ആയിരിക്കും. പിന്നെ അതുപോലെ ഭയങ്കര കെയറിങ് ആയിരിക്കും. നമ്മൾ മനുഷ്യൻ തൊടാൻ സംഭവിക്കില്ല പരിചയമില്ലാത്ത അത്രയ്ക്കും ഡേഞ്ചർ. ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പോവാ. നിന്നെ മൈൻഡ് ചെയ്തില്ലേ? കണ്ടോ നമ്മളങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഭയങ്കര ബഹളമല്ല അങ്ങോട്ട് കിടന്ന്. അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഒരു അനക്കമില്ല. വളരെ സൈലൻ്റായി. എല്ലാം തീർന്നു. ലോകത്തിലെ രണ്ടാമത്തെ ഡേഞ്ചറസ് ബ്രീഡാ. അതല്ലേ? ഭയങ്കര ഡേഞ്ചറാ. ഡേഞ്ചർ എന്ന് വെച്ചാൽ പറിക്കല്ല, ഇത് അറ്റാക്ക് ചെയ്യണല്ലോ. ഈ സൈഡൊന്നും ഉണ്ടാവില്ല. സാധനം കടിക്കുമ്പോ കുതിരിപ്പുരുവല്ലോ. ഇതങ്ങനല്ല, ഇത് മൊത്തത്തിൽ ഒരു കടി എടുത്ത് ഇങ്ങനെ പറിച്ചു കിടക്കും. ഇത് ഈ അമേരിക്കയിലൊക്കെ നിരോധിച്ച കേസ് എന്ന് വെച്ചാല് അവിടെ ഓപ്പൺ ആണ്, ഗേറ്റ് ഇല്ല പല സ്ഥലങ്ങളിലും. അപ്പൊ ഇത് ഈ അഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ അടുത്തുള്ള കയറി പണി കൊടുക്കും. പക്ഷെ താങ്കൾ 2 ദിവസം ചോറ് കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ പെറ്റായി. ഇത് അറിയാവുന്നവർ അതിനെ വളർത്തും. ഹിമാലയൻ ഷിപ്പേഡാണ് ഈ കാണുന്നത്. നമ്മുടെ ടിബറ്റ്, അരുണാചൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കാണുന്ന സാധനമാണ്. നമ്മുടെ നാട്ടിൽ ബ്രീഡായതാണ്. ആദ്യമായിട്ടാണ് സൗത്ത് ഇന്ത്യയിൽ ഇത് ബ്രീഡാകുന്നത്. എൻ്റെ അറിവില് വേറെ എവിടെ ആയിട്ട് അറിയില്ല. ഇവരാണ് അപ്പനും ഫിലയുടെ പപ്പീസാണ്. ഫിലയുടെ പപ്പീസാണ്. ഓ അതിൻ്റെ അപ്പുറത്ത് കണ്ടതിന്റെ വലുതിന്റെ കുഞ്ഞുങ്ങളാണ് ഫില പപ്പീസ്. ഒരു 40-ന് മേളിൽ വില ഉണ്ട് ഇതിന്. 40,000 അല്ലേ? 40,000 മേളിൽ വിലയുള്ള കുഞ്ഞുങ്ങളാണ് കിടക്കുന്നത്. ഇതൊക്കെ തന്നെയല്ലേ? ഈ കാണുന്നതാണ് റഫ് കൂലി. നമ്മുടെ ബ്രിട്ടീഷ് ലാംഗ്വേജ് ഇഷ്ട ഡോഗാണ്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ, ലവിങ് ആണ്. നല്ല രസമാണ്, വെളിയിൽ ഇറക്കി ചെയ്യാനുള്ള ബ്യൂട്ടിഫുൾ ആണ്. ചാർജറും ഡിങ്കോയും. ഇതാണ് നമ്മുടെ ഫിലക്കുഞ്ഞ്. നമ്മുടെ വലുതായി ഫില ഫില. ഇതിന് ഈ പ്രായത്തിൽ തൊടാൻ കുഴപ്പമില്ല. വലുതായ അപ്പുറത്ത് കിടക്കണ്ട, അതിനെ കിടറങ്ങി പേടിയാവും. കൊച്ചു തൊട്ടോ തൊട്ടോ. പട്ട് ആ വലുതിന്റെ കുഞ്ഞാണ്. ഇതിനെ ഇപ്പൊ തൊടാ കുഴപ്പമില്ല. മറ്റേതിനെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പേടിയാവും ഒത്തിരി.
ഹായ് എന്തൊരു പാവം വളരെ നിസ്സാണ്. സുന്ദരികള് ഇതാണ് പെണ്ണല്ലേ? ദിവനാണ് കണ്ടാൽ തന്നെ അറിയാലോ. നമ്മുടെ പുലിമുരുകനിലെ ഐറ്റങ്ങളാണ്. ഇതാണ് പുലിമുരുകൻ ഒറിജിനൽ. ഇതാണ് പുലിമുരുകൻ ഒറിജിനൽ. പിന്നെ അതിന് ചാട്ടം കാരണം ഉണ്ടായിരുന്നു. കാര്യടാ ഇതൊക്കെ പുലിമുരുകൻ സാധനങ്ങളാണ് കേട്ടോ. എന്റെ പേരെന്തോ? ഗ്രേഡ് കുറെ പടങ്ങളിൽ ഇവനുണ്ട് ഇപ്പൊ. അതല്ലേ നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ പടത്തില്? ഇല്ല, നമ്മൾ കൊടുത്തിട്ടുള്ള. ആള് നല്ല ഗ്ലാമറാണ്. വെളിയിറങ്ങിയ ഭയങ്കര സൈസാണ്. ഇപ്പൊ അകത്തിറങ്ങാൻ എന്താണ് പണിയാണ് ഞാൻ പറയാനുണ്ടോ? കറക്റ്റ് നിപ്പാണ്, കറക്റ്റ് ഒരു ആംഗിളാണ്, കറക്റ്റ് ആംഗിൾ നമ്മൾ പറയാതെ ഇവൻ ഷോയ്ക്കൊക്കെ പോകുന്ന ആളാണ്. ഉണ്ടല്ലേ കറക്റ്റ് ആംഗിളാണ്. രണ്ട് ഫ്രണ്ടാ അതല്ലേ? ഡോഗിന്റെ സെക്ഷൻ കഴിഞ്ഞില്ലേ നമ്മുടെ? അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിൻ ഡോഗിന്റെ സെക്ഷനുകൾ. ഇവിടെ നിന്ന് സംസാരിക്കാനൊന്നും പറ്റില്ല, പല പേരുകളും പറയാൻ പറ്റും. പറഞ്ഞാൽ കേൾക്കാത്ത സിറ്റുവേഷൻ അതുകൊണ്ട് പറഞ്ഞു തരാന്നുള്ളൂ. ഞാൻ അറിയാവുന്നവർക്കറിയാം. മെലാനിക് പെസന്റ് ആണ്. മെലാനിക് പെസന്റ് എന്ന് പറഞ്ഞൊരു കോഴിയാണ്. നമ്മളെ കണ്ടിട്ട് പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. മെലാനിക് പെസന്റ് പെസന്റ് അല്ലേ? ഓക്കെ. റിംഗ് നെക്ക് പെസന്റ്. ഇതിന്റെ കഴുത്തിൽ റിംഗ് ഉണ്ട്, അതാണ് റിംഗ് നെക്ക് പെസന്റ്. ഓക്കെ. കടിപോരില്ല. ലേറ്റസ്റ്റ് ഹെയർ സ്റ്റൈലാണ്. മോഡേൺ വിക്രം സ്റ്റൈലാണ് ഹെയർ സ്റ്റൈല്. വേണ്ട മോളെ അവിടെ ഇങ്ങോട്ട് വരണ്ട, ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് എന്താ. ഇത് മെയില് ഫീമെയിലോ? ഇതിന്റെ പേരുണ്ടോ? അതെ നമ്മളെ പോലെ തന്നെ. എന്തായാലും വെറൈറ്റി ആണ്. വെറൈറ്റി കോഴികൾ, ഒന്നും പറയാനില്ല. മൊയിലല്ലേ? ഗിനിപ്പക്ക. ഗിനിപ്പക്ക ഉണ്ടത്, മൊയിലല്ല. 5 എണ്ണത്തിനെ കൊണ്ടുവന്നാണ് തിരികെ. ഗിനിപ്പക്ക. ഓക്കെ. ചേട്ടൻ്റെ പേര്? സന്തോഷേട്ടൻ. ഇവിടുത്തെ മെയിൻ കാര്യങ്ങൾ നോക്കുന്ന സന്തോഷേട്ടനാണ്. ഓക്കെ ചേട്ടാ, ശരി. ഇതപ്പോ നമ്മുടെ പ്രശാന്തിന്റെ അമ്മ. നിങ്ങളുടെ പേര്? നിങ്ങളുടെ പേര്? ശാന്ത. പ്രശാന്തിന്റെ അമ്മയാണത്. ഇത് പ്രശാന്തിന്റെ അച്ഛൻ, എക്സ് മിലിറ്ററി ആണ്. അച്ഛന്റെ പേര് സുബേദാർ പ്രഭാകരൻ അല്ലേ? എക്സ് സുബേദാർ പ്രഭാകരൻ. ഇത് നമ്മുടെ പ്രശാന്തിന്റെ വീടാണ്. ഈ തോട്ടത്തിന്റെ നടുക്കുള്ള വീടാണത്. അച്ഛനും അമ്മ വൈഫും കുട്ടികളും അവിടെയാണ്, അയനറ്റ് ഇൻഫോടെക്കില്. ഇതിന്റെ ഫ്രണ്ടിൽ തന്നെയുള്ള കുറച്ച് കാഴ്ചകൾ കൂടി നമുക്ക് കാണാം.
അതിന്റെ സെയിം കളർ നോക്കിയാൽ അമ്മ കേറി, അമ്മ ഇടയ്ക്ക്. അമ്മ അത് കേറി, അകത്ത് കേറി. ഒന്നിന്റെ അകത്ത് കേറി. അവനെ കാണാനാ തുറന്നോട്ടെ എന്റെ പുറത്തേക്കുന്നത് എന്റെ അടുത്ത് കുട്ടി കയറ്റി അവനെ ആ, ആയി. അച്ഛാ അച്ഛാ അകത്ത് കേറി, അകത്ത് കേറി. തിരികെ അങ്ങോട്ട് തിരി, ഇങ്ങോട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇവിടെ കയറിയിരിക്കുന്നു സുന്ദരക്കുട്ട അവിടെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ആ പേടിക്കണ്ടേ തിരികെ സ്നാപ്പടി. സുന്ദര ഇത് കാക്ക വന്ന്. എന്തായാലും കൊള്ളാം. സുന്ദര സുന്ദര നീ എവിടെയാ കൈ വെച്ചോ കൈ കയറി കടിക്കില്ലേ അമ്മയുടെ ഭയങ്കര പെറ്റല്ലേ. എന്നോട് ഭയങ്കര കൂട്ടാ അയ്യോടാ പാവം അവിടെ നീ നേരെ ഇതാണ് സൂപ്പർ. സുന്ദരമണി വാ വാ ഓക്കെ പിടിച്ചോ ഇതാണ് കറക്റ്റ് പൊസിഷൻ. തലയിലല്ല ഇരിക്കണ്ടത്, മുതലാളിയുടെ തോളത്തിരിക്കുള്ളൂ. മുതലാളിയുടെ തലയിൽ കയറില്ല. പിടിച്ചോ പിടിയാനില്ല. അമ്മ പിടിച്ചോ. അവനെ ഒളിച്ചിരിക്കുവോ കാതിന് അമ്മടാ. ഇതാ അതെന്തിനാ കൈ വെക്കണേ? നീ പിടിച്ചെടുത്തോ. അപ്പോൾ നമ്മുടെ പ്രശാന്തിന്റെ തോട്ടത്തിലെ വിശേഷങ്ങളൊന്നും കഴിയുന്നില്ല. കാരണം വളരെ വളരെ ചുരുങ്ങിയ സമയത്തിൽ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഇനി ഇവിടെ കാണാനുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ നമുക്ക് കണ്ടുള്ളൂ. ഇനി ഒരുപാട് കാണാനുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.